Hello, my dear aspirants. Very warm welcome to all of you to Ignite Academy. കോസ് ആൻഡ് എഫക്ട് നമ്മളെ പുതിയ പാറ്റേണിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചൊരു ഏരിയ ആണ് കോസ് ആൻഡ് എഫക്ട് ബേസ് ചെയ്തിട്ട് സാർ കണ്ടന്റ് ചെയ്യാമോ എന്നുള്ളത്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് കോസ് ആൻഡ് എഫക്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. പേ അറ്റൻഷൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് സെഷൻ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഡയറക്റ്റ് നമുക്ക് കോസ് ആൻഡ് എഫക്റ്റിലേക്ക് പോകാം. എടാ, കോസ് ആൻഡ് എഫക്ട്, അപ്പൊ ആ ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിനു മുമ്പ് എന്താണ് കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം, ഒരു കാര്യം സംഭവിക്കാൻ വേണ്ടിയുള്ള കാരണത്തിനെയാണ് നമ്മൾ കോസ് എന്ന് പറയുന്നത്. എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ആ കാരണം മൂലം സംഭവിക്കുന്ന ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഫലം, അതിനെയാണ് നമ്മൾ എഫക്ട് എന്ന് പറയുക. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താണ് കോസ് എന്നും എന്താണ് എഫക്ട് എന്നുള്ളതും. കേട്ടോ, ഒരു ഈവന്റ് നടന്നത് കൊണ്ട് മറ്റൊരു ഈവന്റ് നടക്കുന്നു. അതായത് ഒരു പ്രത്യേക കാര്യം നടന്നത് കൊണ്ട് വേറൊരു കാര്യം സംഭവിക്കുന്നു. അപ്പൊ ആദ്യം നടന്ന ആ ഈവന്റ് ആണ് അവിടുത്തെ കോസ്. അത് നടന്നത് കൊണ്ടാണ് ഇത് നടന്നത്. അപ്പൊ ഇതാണ് അവിടുത്തെ എഫക്റ്റ്. ഓക്കെ, ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഉദാഹരണം പറയാം. പരീക്ഷയിലെ മാർക്ക് കുറഞ്ഞു, പഠിക്കാത്തത് കൊണ്ട് പരീക്ഷയിലെ മാർക്ക് കുറഞ്ഞു. ഓക്കെ, അപ്പം പഠിക്കാത്തത് കൊണ്ട് എന്ന് പറയുന്നതാണ് കാരണം. അതിന്റെ എഫക്റ്റ് എന്താ? അതിന്റെ എഫക്റ്റ് ആണ് മാർക്ക് കുറഞ്ഞു എന്നുള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കാം, സാറേ പഠിക്കാത്തതുകൊണ്ട് മാത്രം ആവണം എന്നുണ്ടോ മാർക്ക് കുറഞ്ഞത്? എനിക്ക് ചേച്ചിയുടെ കല്യാണം ആയിരുന്നു, അല്ലെങ്കിൽ എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല. യെസ്, വളരെ ജെന്യുവൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ശ്രദ്ധിച്ചു കേട്ടോ, പഠിക്കാത്തത് കൊണ്ടല്ലേ നിങ്ങളുടെ പരീക്ഷയുടെ മാർക്ക് കുറഞ്ഞത്. ചേച്ചിയുടെ കല്യാണം കാരണമാണ് പഠിക്കാൻ പറ്റാതായി പോയത്. അപ്പൊ ആ ചേച്ചിയുടെ കല്യാണമാണ് അല്ലെങ്കിൽ സുഖമില്ലാതിരുന്നതാണ് കോസ്. പഠിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അവിടുത്തെ എഫക്റ്റ്. അപ്പൊ പഠിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് കോസും, അതിനുശേഷം വരുന്ന പരീക്ഷയിലെ മാർക്ക് കുറഞ്ഞു എന്നുള്ളതും അവിടുത്തെ എഫക്റ്റ് ആയിട്ട് മാറുകയും ചെയ്യും. മനസ്സിലായോ? ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടും മനസ്സിലാവും. നോക്കൂ, പഴകിയ ഭക്ഷണം കഴിച്ചു, സ്റ്റേറ്റ്മെന്റ് 1. ഇൻഫെക്ഷൻ ആയി, സ്റ്റേറ്റ്മെന്റ് 2. പനി വന്നു, സ്റ്റേറ്റ്മെന്റ് 3. ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ് എടുത്തത്, ഇതുപോലെയല്ല നമുക്ക് പരീക്ഷയ്ക്ക് വരിക. അപ്പൊ പഴകിയ ഭക്ഷണം കഴിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇൻഫെക്ഷൻ ആയത്, ശരിയല്ലേ? ആ ഇൻഫെക്ഷൻ ആയതുകൊണ്ടാണ് പനി വന്നത്. അപ്പൊ നിങ്ങൾ നോക്കൂ, പഴകിയ ഭക്ഷണം കഴിച്ചു, അതാണ് കാരണം. ആ കാരണം കൊണ്ടാണ് രണ്ടാമത്തെ സംഭവം അവിടെ ഉണ്ടായത്. എന്താ? അത് ഇൻഫെക്ഷൻ ആയത്. കേട്ടോ, അങ്ങനെ ഒരു ഇൻഫെക്ഷൻ വന്നത് കൊണ്ടാണ് പനി വന്നത്. അപ്പടാ ഇത്രയേ ഉള്ളൂ. ഇതെന്റെ എന്താണ്? കോസ് ആണ്. ഈ കോസിന്റെ ഇഫക്റ്റ് ആണ് ഇത്. ഇനി ഇതെന്റെ ഒരു കോസ് ആയാൽ ഇതെന്താണ്? അതിന്റെ ഇഫക്റ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ് ആകെ വരുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ആ സ്റ്റേറ്റ്മെന്റിന്റെ ഓപ്ഷൻസ് എങ്ങനെയായിരിക്കും എന്നും സാറ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. കോസ് ആൻഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ ഈ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ലളിതമായ ഭാഷയിൽ പറയുന്നത്. ഇനി ഒന്നും കൂടി ശ്രദ്ധിച്ചു കേട്ടോ. ബാഡ് വെതർ, ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? കാലാവസ്ഥ മോശമായതുകൊണ്ട് ഫ്ലൈറ്റ് ലേറ്റ് ആയിപ്പോയി. ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ട് വരേണ്ടിയിരുന്ന ഗസ്റ്റ് ലേറ്റ് ആയി. ഗസ്റ്റ് ലേറ്റ് ആയതുകൊണ്ട് ഇനോഗ്രേഷൻ ലേറ്റ് ആയി. അപ്പൊ നിങ്ങൾ പറ, ഇതിലെ കോസും എഫക്റ്റും ഞാൻ പറയാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പറ ബാഡ് വെതർ. അപ്പൊ ഇതെന്റെ കോസ് ആയിരിക്കും, കാരണം. അതുകൊണ്ടായിരിക്കും എന്ത് സംഭവിച്ചിട്ടുണ്ടാവുക? ഫ്ലൈറ്റ് ഡിലേ ആയിട്ടുണ്ടാവുക. അപ്പൊ അതെന്റെ എഫക്റ്റ് അല്ലേ? ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട്, അപ്പൊ ഇതെന്റെ കോസ് ആയിട്ട് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു കാരണമാണല്ലോ. ഗസ്റ്റ് വന്നത് ലേറ്റ് ആയി, അപ്പൊ ഇതെന്താ എന്തായിട്ട് മാറും? ഇതെന്റെ എഫക്റ്റ് ആയിട്ട് മാറിക്കൂടെ? ഗസ്റ്റ് ലേറ്റ് ആയത് കൊണ്ടല്ലേ ഇനോഗ്രേഷൻ മൊത്തത്തിൽ ലേറ്റ് ആയി പോയത്. മനസ്സിലാവുന്നുണ്ടോ? തിരിച്ചു പറയാൻ പറ്റുമോ? തിരിച്ച് എങ്ങനെ? ഇനോഗ്രേഷൻ ലേറ്റ് ആയി, അതുകൊണ്ട് ഗസ്റ്റ് വരാൻ ലേറ്റ് ആയി എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ഒരിക്കലും ഇതെന്റെ കോസും ഇതെന്റെ എഫക്റ്റും ആവൂല. ഗസ്റ്റ് വരാൻ ലേറ്റ് ആയി, അതുകൊണ്ട് ഫ്ലൈറ്റ് ഡിലേ ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റൂല. ഈ ഓർഡറിൽ മാത്രമേ ഇത് കോസും ഇത് എഫക്റ്റും ആവാൻ പറ്റും. തിരിച്ച് ഇത് കോസും ഇത് എഫക്റ്റും ആവാൻ പറ്റില്ല. ഫ്ലൈറ്റ് ഡിലേ ആയി, അതുകൊണ്ട് ബാഡ് വെതർ ആയി, അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റൂല. അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്റെ കോസ് ആണെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്റെ എഫക്റ്റ് ആവാൻ പറ്റൂല. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ രണ്ടാമത്തെ കോസ് ആണെങ്കിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്റെ എഫക്റ്റ് ആയിട്ട് എനിക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ മക്കൾ ഇത്രയേ ഉള്ളൂ. ഇത് സംഭവിച്ചത് കൊണ്ടാണോ ഇത് സംഭവിച്ചത്?
എന്ന് നമ്മൾ നോക്കിയാൽ കാര്യം കഴിഞ്ഞു. അതിനൊരു എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇത് സംഭവിച്ചു, അതുകൊണ്ട് ഇത് സംഭവിച്ചു. അതുകൊണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ കീവേഡ്. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? അതിന് നമ്മൾ ഇംഗ്ലീഷിൽ സോ അല്ലെങ്കിൽ therefore എന്നാ പറയുക. സോ ദാറ്റ് ഈസ് ദ കീവേഡ്. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ എളുപ്പ ആൻസറിലേക്ക് എത്താനുള്ള മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, therefore എന്ന് പറയുന്ന ആ ഒരു ഒറ്റ വേർഡ് നിങ്ങൾ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ ഉപയോഗിച്ചാൽ മതി. ഉത്തരം ഈസി ആയിട്ട് ലഭിക്കും. അപ്പൊ ഇനോഗ്രേഷൻ ഡിലേ ആയി, ഗസ്റ്റ് കെയിം ലേറ്റ്. നേരത്തെ തേരയായിരുന്നു മാറ്റി എഴുതിയതാണിത്. ഒന്ന് therefore ചേർത്ത് നോക്കിക്കേ. ഇനോഗ്രേഷൻ ഡിലേഡ്, therefore the guest came late. ശരിയാവുമോ? തിരിച്ചു പറഞ്ഞു നോക്ക്. ഗസ്റ്റ് കെയിം ലേറ്റ്, therefore inauguration delayed. അപ്പൊ ഗസ്റ്റ് കെയിം ലേറ്റിന് ശേഷം ഞാൻ therefore ചേർക്കുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ആവും. എങ്ങനെ? ഗസ്റ്റ് കെയിം ലേറ്റ്, therefore the inauguration delayed. അപ്പൊ therefore-ന് മുൻപുള്ളത് എന്റെ കോസും therefore-ന് ശേഷമുള്ളത് എന്റെ എഫക്റ്റുമായിരിക്കും. അപ്പൊ ഞാൻ മൊത്തം കോൺസെപ്റ്റിനെ റീസ്ട്രക്ചർ ചെയ്യുകയാണ് therefore എന്ന് പറയുന്ന ഒറ്റ വേർഡ് വെച്ചിട്ട്. ആൻഡ് ദാറ്റ് ഈസ് മൈ ഇഗ്നൈറ്റ് ടച്ച്. Finding the left and right of therefore is what you have to do. As simple as that. Therefore ന്റെ ലെഫ്റ്റും റൈറ്റും കണ്ടുപിടിക്കുക. Therefore ന്റെ ലെഫ്റ്റിലുള്ളത് അതായിരിക്കും കാരണം, അതായിരിക്കും കോസ്. Therefore ന്റെ റൈറ്റിലുള്ളത് എന്തായിരിക്കും? അതായിരിക്കും എഫക്റ്റ്. നോക്കിക്കോ, the points to remember. കോസ് എന്ന് പറഞ്ഞാൽ വൈ ആണ്. എന്തുകൊണ്ട് അത് സംഭവിച്ചു. എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വാട്ട്, എന്ത് സംഭവിച്ചു. ഇന്ന കാരണം കൊണ്ട് ഇത് സംഭവിച്ചു. അപ്പൊ ആ വൈ ഉണ്ടല്ലോ, എന്തായിരുന്നു ആ കാരണം? ആ വൈ ആണ് നമ്മളുടെ കോസ്. എന്ത് സംഭവിച്ചു? വാട്ട്, അതാണ് നമ്മളുടെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. ഒരു കാര്യവും ഒരു കോസ് ഇല്ലാതെ സംഭവിക്കില്ല. എല്ലാ കാര്യങ്ങൾ സംഭവിക്കുന്നതിനും ഒരു കാരണമുണ്ട്. നത്തിങ് ഹാപ്പൻസ് വിത്തൗട്ട് എ കോസ്. ദാറ്റ് യു ഹാവ് ടു ഓൾവേസ് റിമെമ്പർ. ഐ ബിലീവ് ഐ എം making it clear. അപ്പൊ ഇഗ്നൈറ്റ് ടച്ച് ഇത്രയേ ഉള്ളൂ. ഫൈൻഡിങ് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓഫ് therefore, that's it. As simple as that. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് തരാൻ പോകുന്ന ഓപ്ഷൻസ് നോർമലി SSC പരീക്ഷകളിൽ ചോദിക്കാത്തതാണ് കോസ് ആൻഡ് എഫക്ട്. ബാങ്ക് എക്സാമുകൾക്കൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവന്നിട്ടുള്ളത്. 5 ഓപ്ഷൻസ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ പരീക്ഷയ്ക്ക് 4 എണ്ണേ ഉണ്ടാവുള്ളൂ. ആ 4 എണ്ണം എന്ന് പറയുമ്പം മിക്കവാറും ഈ 5ാമത്തെ ഓപ്ഷൻ നമ്മളുടെ എക്സാമിന് വരാനുള്ള സാധ്യത ഇല്ല. ഈ 5ാമത്തെ ഓപ്ഷൻ കേട്ടോ, ഏത് 5ാമത്തത് വരാനുള്ള സാധ്യതയില്ല. പക്ഷെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഈ 5 ഓപ്ഷനും ഉൾപ്പെടുത്തി തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാനായിട്ട് പോകുന്നത്. ക്ലിയർ ആണോ? ശ്രദ്ധിച്ചോ. ഇഫ് സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ദ കോസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇറ്റ്സ് എഫക്റ്റ്. ആ 2 സ്റ്റേറ്റ്മെന്റില് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്റെ കാരണവും 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് അതിന്റെ ഫലം അല്ലെങ്കിൽ റിസൾട്ടും ആണോ എന്നാണ് ആദ്യത്തെ ഓപ്ഷൻ പറയാ. 2ാമത്തെ ഓപ്ഷനിൽ പറയാ 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് കാരണം, 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് അതിന്റെ എഫക്റ്റ് ആണെന്നാ പറയാ. 3ാമത്തെ ഓപ്ഷൻ പറയുന്നത് 2 സ്റ്റേറ്റ്മെന്റുകളും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കാരണങ്ങളാണ്, കോസുകളാണ്. 4ാമത്തെ പറയുന്നത് 2 സ്റ്റേറ്റ്മെന്റുകളും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കാരണങ്ങളുടെ എഫക്റ്റ് ആണ്. എന്തോ 2 വ്യത്യസ്ത കാരണങ്ങളുടെ എഫക്റ്റ് ആണ് എന്റെ 2 സ്റ്റേറ്റ്മെന്റുകളും. 5ാമത്തത് പറയുന്നത് 2 സ്റ്റേറ്റ്മെന്റുകളും ഏതെങ്കിലും ഒരു കോമൺ കോസിന്റെ കോമൺ ആയിട്ടുള്ള ഒരു കാരണത്തിന്റെ ഫലമാണ് ഈ 2 സ്റ്റേറ്റ്മെന്റുകളും എന്ന് പറയുന്നതാണ് എന്റെ 5ാമത്തെ ഓപ്ഷൻ. ക്ലിയർ ആവുന്നുണ്ടോ? ഇങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻസ് വരിക. ഞാൻ പറഞ്ഞു SSC പരീക്ഷ ആയതുകൊണ്ട് ഇതിൽ 4 എണ്ണം ആണ് ഉണ്ടാവുക. അതിൽ 1ാമത്തെ 2ാമത്തത് എന്താണെങ്കിലും ഉണ്ടാവും. 1 2ന്റെ കാരണം, 2 1ന്റെ കാരണം എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണെങ്കിലും ഉണ്ടാവും. ഞാൻ പറഞ്ഞു വാട്ട് ഈസ് ദ ടിപ്പ്? ദ ടിപ്പ് ഓർ ദ ട്രിക്ക് is to always use this word therefore. കേട്ടോ, therefore ഉപയോഗിച്ചു കഴിഞ്ഞാൽ പരിപാടി വളരെ എളുപ്പത്തിൽ നമുക്ക് തീർക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ആദ്യത്തെ ചോദ്യം, people are looking for an alternative to petrol driven vehicles. Petrol reserves are on the verge of depletion. ഓക്കെ, ഇത് ഞാൻ അടുത്ത ചോദ്യം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഈ ചോദ്യം ഒന്ന് വായിച്ചേ. ഇങ്ങനെയാണ് നമുക്ക് ചോദ്യം ലഭിക്കുക. നോക്കൂ,
ഡ്യൂ ടു ഇൻസഫിഷ്യന്റ് റെയിൻഫാൾ ദ ക്രോപ്സ് ഹാവ് ബീൻ ഡാമേജ്ഡ്. ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള മഴ കുറഞ്ഞത് മൂലം ക്രോപ്സ് ഡാമേജ് ആയി എന്നാണ് പറയുന്നത്. രണ്ടാമത്തത് പറയുന്നത് ദ വെജിറ്റബിൾ പ്രൈസസ് ഹാവ് ബീൻ ഇൻക്രീസ്ഡ് കൺസിഡറബിളി. പച്ചക്കറിയുടെ വില കൺസിഡറബിളി ഇൻക്രീസ്ഡ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സാർ പറഞ്ഞതുപോലെ ആദ്യത്തെ ഓപ്ഷൻ നോക്കൂ. സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ദ കോസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ഇറ്റ്സ് എഫക്ട്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കാരണവും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എഫക്റ്റുമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒറ്റയടിക്ക് നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. വെജിറ്റബിളിന്റെ പ്രൈസ് കൂടിയത് പറയുന്നുണ്ട്, ക്രോപ്സ് ഡാമേജ് ആയ കാര്യവും പറയുന്നുണ്ട്. അപ്പൊ ഇത് കണക്റ്റഡ് ആണ്, എന്തോ ബന്ധമുണ്ട്, ശരിയല്ലേ? യെസ്. അപ്പൊ നിങ്ങളത് therefore കൊടുത്ത് നോക്കിക്കേ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കുക, എന്നിട്ടൊരു therefore പറയുക, എന്നിട്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. നമുക്ക് ഒരുമിച്ച് വായിക്കാം. വായിക്കല്ലേ? ഡ്യൂ ടു ഇൻസഫിഷ്യന്റ് റെയിൻഫാൾ ദ ക്രോപ്സ് ഹാവ് ബീൻ ഡാമേജ്ഡ്. Therefore, the vegetable prices have been increased considerably. മഴയുടെ അഭാവം മൂലം ഒരുപാട് കൃഷി നശിച്ചിട്ടുണ്ട്, ക്രോപ്സ് ഡാമേജ് ആയിട്ടുണ്ട്. അതുകൊണ്ട് പച്ചക്കറിയുടെ വില കൂടിയിട്ടുണ്ട്. ശരിയായി വരുന്നുണ്ടല്ലോ ഏകദേശം. തിരിച്ചൊന്ന് പറഞ്ഞു നോക്കിക്കേ. The vegetable prices have been increased considerably. Therefore, due to insufficient rainfall, the crops have been damaged. എന്തെങ്കിലും ബന്ധം കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? എടാ, പച്ചക്കറിയുടെ വില കൂടി, അതുകൊണ്ട് മഴ കുറഞ്ഞത് കൊണ്ട് ക്രോപ്സ് ഡാമേജ് ആയി എന്ന് പറയുമ്പോൾ ദാറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ്. ഓപ്ഷൻ ബി ഒറ്റയടിക്ക് എലിമിനേറ്റ് ആയി പോയി, ശരിയല്ലേ? ഇനി ഇഫ് ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ഇൻഡിപെൻഡന്റ് കോസസ്, അതിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് ആദ്യം നീ ഉറപ്പ് വരുത്തേണ്ടത് നമ്മൾ പറഞ്ഞ രീതിയിൽ therefore കൊടുത്തു കഴിഞ്ഞാൽ മീനിങ് ഫുൾ ആവുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ആദ്യം വായിച്ചപ്പോൾ തന്നെ മീനിങ് ഫുൾ ആയില്ലേ? Due to insufficient rainfall, the crops have been damaged. Therefore, the vegetable prices have been increased considerably. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം വരാം. ആ സംശയം ജെനുവിൻ ആണ്. എന്ത് സാറേ, പച്ചക്കറിയുടെ വില കൂടാൻ മഴ കുറഞ്ഞത് മാത്രമായിരിക്കോ കാരണം? അല്ല, തീർച്ചയായിട്ടും അത് മാത്രമാകണമെന്നില്ല. കാരണം ഞാൻ നിങ്ങളെ മുന്നിലോട്ട് വെക്കുകയാണ്. പച്ചക്കറിയുടെ വില കൂടാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം. ഇതാ നോക്കിക്കോ, നിങ്ങളുടെ സംശയം ജെനുവിൻ ആണ് കേട്ടോ. മഴ കൂടിയാൽ അവിടെ ഫ്ലഡ് ഉണ്ടാവും, മഴ കൂടിയാൽ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവും, കൃഷി മൊത്തം നശിച്ചു പോയേക്കാം. ട്രാൻസ്പോർട്ടേഷന്റെ പ്രൈസ് കൂടിയാൽ, നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ട്രാൻസ്പോർട്ടേഷൻ ചെയ്തിട്ടാണല്ലോ നമ്മൾ പച്ചക്കറി മാർക്കറ്റിലേക്കൊക്കെ കൊണ്ടുവരുന്നത്. അപ്പൊ പെട്രോളിന്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ട്രക്കുകൾ ഇത് കൊണ്ടുപോകുന്നതിന്റെ വില കൂടാം. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് വരാം? പച്ചക്കറി മാർക്കറ്റിൽ എത്തുമ്പോഴത്തേക്കും അവിടെ പ്രൈസ് ഹൈക്ക് ഉണ്ടാവാം. അടുത്തതോ, കൃഷി ചെയ്യുന്ന കർഷകനെ സംബന്ധിച്ചിടത്തോളം റോ മെറ്റീരിയലിന്റെ വില കൂടിക്കഴിഞ്ഞാലും എന്താവും? സ്വാഭാവികമായിട്ടും കൃഷിയുടെ പ്രൈസ് ഇൻക്രീസ് ആവും. കൃഷി ചെയ്യേണ്ട വില കൂടുമ്പോൾ പച്ചക്കറിയുടെ പ്രൈസ് കൂടും. ഇനിയോ, ഫാർമേഴ്സ് സമരത്തിലാണ്, പച്ചക്കറിക്കാര് എല്ലാവരും സമരം ചെയ്യാണ്, സബ്സിഡിയുടെ കാര്യത്തിലോ എന്തിന്റെങ്കിലും പേരിൽ ഫാർമർ സമരത്തിലാണ്. സ്വാഭാവികമായിട്ടും അവിടെ എന്താണ്? ഹോർഡിങ് വരും, പൂഴ്ത്തിവെപ്പ് വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ പച്ചക്കറിയുടെ വില കൂടാം. ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ റെയിൻഫാൾ ഇൻക്രീസ് പോലെ തന്നെ റെയിൻഫാളിന്റെ ഡിക്രീസ്, അല്ലെ? റെയിൻഫാളിന്റെ ഡിക്രീസിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ റെയിൻഫാളിന്റെ ഡിക്രീസ് വന്നു കഴിഞ്ഞാലും എന്ത് സംഭവിക്കും? ഇതെല്ലാം എന്താണ്? പച്ചക്കറിയുടെ വില കൂടാനുള്ള കാരണമാണ്. അപ്പം 100,000 കാരണങ്ങൾ ഉണ്ടാവും പച്ചക്കറിയുടെ വില കൂടാനായിട്ട്. ആ 100,000 കാരണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇമാജിനേഷൻ ആണ് അതെല്ലാം, അല്ലെ? ഇതിൽ ഏതെങ്കിലും ഒരു കാരണം ഇവിടെ ഇവർ പറയുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇത് മീനിങ് ഫുൾ ആവുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ എന്താ മീനിങ് ഫുൾ ആവുന്നില്ലേ? ഇൻസഫിഷ്യന്റ് റെയിൻഫാൾ വന്നു, ക്രോപ്സ് ഡാമേജ് ആയി. Therefore, the vegetable prices have been increased considerably എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കേണ്ട കാര്യമല്ല. ആദ്യത്തേത് മൂലം രണ്ടാമത്തത് സംഭവിച്ചു എന്നുള്ളത് ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കേണ്ട ആവശ്യമില്ല, കൂടുതൽ കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യമില്ല. ആദ്യം നീ നോക്കേണ്ടത് therefore കൊടുത്താൽ ഇവ തമ്മിൽ കണക്റ്റഡ് ആകുമോ എന്നാണ് നോക്കേണ്ടത്. കണക്റ്റഡ് ആകുമെങ്കിൽ അത് ആ രീതിക്ക് തന്നെ നമ്മൾ കൊടുക്കണം. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ? സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ദ കോസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ഇറ്റ്സ് എഫക്ട്. ഇതിന്റെ എഫക്റ്റ് ആണ് ഇത്. മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് ഞാൻ പോവുകയാണ്. പോകുമ്പോൾ നിങ്ങൾക്ക് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ നോക്കൂ. നിങ്ങൾ പറ, പീപ്പിൾ ആർ ലുക്കിംഗ് ഫോർ ഓൾട്ടർനേറ്റീവ് ടു പെട്രോൾ ഡ്രിവൺ വെഹിക്കിൾസ്. പെട്രോൾ ഡ്രിവൺ വെഹിക്കിൾസിന് പീപ്പിൾ ആർ ലുക്കിംഗ് ഫോർ ആൾട്ടർനേറ്റീവ്. പെട്രോൾ വാഹനങ്ങൾക്ക് പകരമായിട്ട് മറ്റ് ആൾട്ടർനേറ്റീവ് ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തത് പറയുന്നത് പെട്രോൾ റിസോഴ്സസ് ആർ ഓൺ ദ വേർജ് ഓഫ് ഡിപ്ലീഷൻ, അല്ലെ?
പെട്രോൾ റിസോഴ്സുകൾ ഡിപ്ലീഷന്റെ വക്കത്താണ്. ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാതാവുകയാണ്, നാച്ചുറൽ റിസോഴ്സസ് ഇല്ലാതാവുകയാണ് എന്നാണ് പറയുന്നത്. ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു ആദ്യം ചെയ്യേണ്ടത് ഇവ തമ്മിൽ കണക്റ്റഡ് ആണോ? അതെ, ഇവിടെയും പെട്രോളിനെ പറ്റിയാ പറയുന്നത്, ഇവിടെയും പെട്രോളിനെ പറ്റിയാ പറയുന്നത്. അവർ കണക്റ്റഡ് ആണ്. അപ്പൊ ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ആദ്യം തന്നെ നമുക്ക് ഒഴിവാക്കാം. ഇനി നിങ്ങൾ നോക്കേണ്ടത് എന്താണ്? therefore കൊടുത്തു നോക്ക്. ഒന്നിന് ശേഷം therefore പറഞ്ഞിട്ട് 2 പറ, എന്നിട്ട് 2ന് ശേഷം therefore ചേർത്തിട്ട് 1 പറ. നമ്മൾ പറഞ്ഞല്ലോ therefore-ന്റെ ലെഫ്റ്റും റൈറ്റും കണ്ടുപിടിക്കുന്നതാണ് കോസ് ആൻഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ. ഒന്ന് പറഞ്ഞു നോക്കാം, എന്റെ കൂടെ പറ നിങ്ങള്. People are looking for alternative to petrol driven vehicles, therefore petrol resources are on the verge of depletion. അത് ശരിയാവുമോ? ആൾക്കാർ പെട്രോളിന് പകരം മറ്റു വാഹനങ്ങൾ നോക്കുന്നത് കൊണ്ടാണോ, അതുകൊണ്ടാണോ പെട്രോൾ റിസോഴ്സുകൾ ഡിപ്ലീറ്റഡ് ആവുന്നത്? അല്ല. അത് കിട്ടിയല്ലോ. അപ്പൊ ആദ്യത്തേത് എന്റെ കോസും അതിന്റെ എഫക്റ്റ് ആണ് 2 എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല, പറ്റില്ല. അപ്പൊ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? സാധാരണ വരുന്ന ആദ്യത്തെ ഓപ്ഷൻ 1 is the cause and 2 is the effect എന്ന് പറയുന്ന സാധനത്തിനെ ഇല്ലാതാക്കാം. ശരിയല്ലേ? അടുത്തത് തിരിച്ചു പറഞ്ഞു നോക്ക്. പെട്രോൾ റിസോഴ്സസ് ആർ ഓൺ ദ വേർജ് ഓഫ് ഡിപ്ലീഷൻ, therefore people are looking for alternative to petrol driven vehicles. ഇതൊരു കാരണമല്ലേ? പെട്രോൾ റിസോഴ്സുകൾ ഡിപ്ലീറ്റഡ് ആകുന്നത് കൊണ്ടല്ലേ പീപ്പിൾ മറ്റുള്ള പെട്രോൾ ഡ്രിവൺ വെഹിക്കിൾസിന് ഓൾട്ടർനേറ്റീവ് തിരയുന്നത്? യെസ്. അപ്പം സ്വാഭാവികമായിട്ടും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരുപാട് കാരണങ്ങൾ നിങ്ങളെ മനസ്സിലോട്ട് വരും. അത് മാത്രമായിരിക്കോ സാർ കാരണം? അങ്ങനെ തന്നെ ആകണം നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധവും ഇല്ല മക്കളെ. സാറ് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? അതിനൊരു നിർബന്ധവും ഇല്ല. കാരണം പെട്രോളിന്റെ പ്രൈസ് കൂടുന്നതിന്, പെട്രോൾ വെഹിക്കിൾസിന് അവർ ഓൾട്ടർനേറ്റീവ് അവർ തിരയുന്നതിന്, പെട്രോൾ വെഹിക്കിൾസ് ഉണ്ടല്ലോ അതിന് അവർ ഓൾട്ടർനേറ്റീവ് വെഹിക്കിൾസ് തിരയുന്നതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം. പെട്രോൾ വാഹനങ്ങളുടെ മെയിൻ്റെനൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആയിരിക്കും. പെട്രോൾ അതിന്റെ സ്പെയർ പാർട്ടുകളുടെ വില കൂടി. അപ്പൊ ആൾക്കാർ ചിന്തിക്കും, ഒരു വർഷം മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത്രയും പൈസ വരികയാണെന്ന് വേറെ പെട്രോൾ വണ്ടി നോക്കണ്ട, വേറെ വണ്ടി നോക്കാം. അതുപോലെ പെട്രോൾ വെഹിക്കിളുകളുടെ പ്രൈസ് കൂടി, റോ മെറ്റീരിയൽസ്, പെട്രോൾ വെഹിക്കിൾ ഉണ്ടാവാനുള്ള റോ മെറ്റീരിയൽ കൂടിയപ്പം, അതിന്റെ വില കൂടിയപ്പം സ്വാഭാവികമായിട്ട് പെട്രോൾ വണ്ടികളുടെ വില കൂടി. പിന്നെയോ പെട്രോളിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു. പെട്രോളിന്റെ പ്രൈസ് ഇൻക്രീസ് ആകുമ്പോൾ പെട്രോൾ വെഹിക്കിൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ചെലവ് കൂടുതലാണ്. അതൊരു കാരണമല്ലേ? അതുപോലെ ഗവൺമെന്റ് പറയാണ് ഇനി പെട്രോൾ വാഹനങ്ങൾ നിങ്ങൾ നിരത്തിൽ ഇറക്കരുത്, റോട്ടിൽ ഇറക്കരുത് എന്ന് ഗവൺമെന്റ് ഒരു റൂൾ ഇറക്കിയെന്ന് വെച്ചോ. അപ്പോഴും പെട്രോൾ വെഹിക്കിളിന് ഓൾട്ടർനേറ്റീവ് തരേണ്ടേ? അപ്പോൾ എഗെയിൻ നമുക്ക് 100,000 കാരണങ്ങൾ മനസ്സിലേക്ക് വരാം. അതിലെ ഒരു കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. പെട്രോളിന്റെ പ്രൈസ് കൂടുന്നതായിരിക്കൂടെ കാരണം? ആയിക്കൂടെ. പെട്രോളിന്റെ പ്രൈസ് കൂടുമ്പോൾ എന്താവും? അവൈലബിലിറ്റി ഓഫ് പെട്രോൾ കുറയും. പെട്രോൾ അടിക്കുമ്പോൾ പൈസ കൂടുതലാണ്. എന്തുകൊണ്ടായിരിക്കും പെട്രോളിന്റെ പൈസ കൂടുന്നത്? എന്തുകൊണ്ടാണ് പെട്രോളിന്റെ വില കൂടുന്നത്? പെട്രോളിന്റെ അവൈലബിലിറ്റി കുറയുമ്പോൾ. എന്തുകൊണ്ടാണ് പെട്രോളിന്റെ അവൈലബിലിറ്റി കുറയുന്നത്? പെട്രോൾ റിസോഴ്സുകൾ ഡിപ്ലീറ്റ് ആവുന്നത് കൊണ്ട്. അപ്പൊ ഇതിലെ ഏതെങ്കിലും ഒരു കാരണം നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കോസ് ആൻഡ് എഫക്റ്റ് നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. പെട്രോൾ റിസോഴ്സുകളുടെ ഡിപ്ലീഷൻ ആയതുകൊണ്ട് പീപ്പിൾ ആർ ലുക്കിംഗ് ഫോർ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ 2, നേരത്തെ ചോദ്യത്തിലുള്ളതുപോലെ ഓപ്ഷൻ 2, സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ദ കോസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ദ എഫക്ട്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. സാർ അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ കമന്റ് ബിലോ. ഐ വിൽ ട്രൈ ടു ആൻസർ ദാറ്റ് ഇഫ് ഇറ്റ് ഈസ് നീഡ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ്. ഗവൺമെന്റ് ഹാസ് ഓപ്പൺഡ് 2 ഹോസ്പിറ്റൽസ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ ഇയർ. ഗവൺമെന്റ് വർഷത്തിന്റെ ആദ്യം 2 പുതിയ ഹോസ്പിറ്റൽ ആരംഭിച്ചു. പീപ്പിൾ വിൽ ഗെറ്റ് ഗുഡ് മെഡിക്കൽ അറ്റൻഷൻ. ഈസി ആയി അല്ലേ? therefore കൊടുത്തു നോക്കി. ഗവൺമെന്റ് ഹാസ് ഓപ്പൺഡ് 2 ഹോസ്പിറ്റൽസ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ ഇയർ, therefore പീപ്പിൾ വിൽ ഗെറ്റ് ഗുഡ് മെഡിക്കൽ അറ്റൻഷൻ. കോമൺ സെൻസ് ഉണ്ടാവണ്ടേ? അവിടെ കണക്റ്റഡ് ആവുന്നുണ്ടോ? തിരിച്ചും പറഞ്ഞു നോക്കിക്കോ. പീപ്പിൾ വിൽ ഗെറ്റ് ഗുഡ് മെഡിക്കൽ അറ്റൻഷൻ, therefore ഗവൺമെന്റ് ഹാസ് ഓപ്പൺഡ് 2 ഹോസ്പിറ്റൽസ്. ഇതുകൊണ്ടാണോ സർക്കാർ ഗുഡ് മെഡിക്കൽ അറ്റൻഷൻ കിട്ടും, അതുകൊണ്ട് 2 ഹോസ്പിറ്റൽ തുറന്നു? സെൻസ് ഉണ്ടോ അവിടെ? അപ്പൊ രണ്ടാമത്തത് എന്തായാലും ആൻസർ ആണ്. ഒന്നാമത്തതോ ഗവൺമെന്റ് ഹാസ് 2 ആശുപത്രി തുറന്നു, അതുകൊണ്ട് ആൾക്കാർക്ക് മെഡിക്കൽ അറ്റൻഷൻ ലഭിക്കും എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അപ്പൊ അവിടെ വാലിഡ് ആയിട്ട് വരും. രണ്ടാമത്തത് എഫക്റ്റും ഒന്നാമത്തത് കാരണവുമായിട്ട് വരും. ഓപ്ഷൻ എ ആയിരിക്കും എന്റെ ശരി ഉത്തരം. കണക്ഷൻ ഉണ്ടെങ്കിൽ, രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ നീ ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്ന സാധനത്തിലോട്ട് പോവേ വേണ്ട. ആദ്യം തന്നെ നോക്കേണ്ടത് therefore ഇട്ട് കൊടുത്താൽ മതി. ഹോസ്പിറ്റലിനെ പറ്റിയാ പറയുന്നത്, ഹെൽത്തിനെ പറ്റിയാ, മെഡിക്കൽ അറ്റൻഷനെ പറ്റിയാ പറയുന്നത്. വേറെ ഒന്നും ആലോചിക്കാനില്ല. 3ാമത്തെ 4ാമത്തെ ഓപ്ഷനിലേക്ക് വരേണ്ട ആവശ്യം പോലും ഇല്ല. അടുത്തത് നോക്കിക്കോ.
മെനി പീപ്പിൾ ഇൻ റൂറൽ ഏരിയാസ് ഹാവ് ബീൻ സഫറിംഗ് ഫ്രം വാട്ടർ ബോൺ ഡിസീസസ്. അതൊന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടോ, ഈവൻ സെമി അർബൻ ഏരിയാസ് വിൽ ബി അഫക്റ്റഡ് if the government is not able to overcome the contaminated water problem. Therefore ഇട്ട് കൊടുക്കുക. രണ്ടും തമ്മിൽ എന്താണ്? വാട്ടർ ബോൺ ഡിസീസസ് എന്നാണ് പറയുന്നുണ്ട്, ഇവിടെ കണ്ടാമിനേറ്റഡ് വാട്ടർ പ്രോബ്ലം എന്ന് പറയുന്നുണ്ട്. അപ്പൊ രണ്ടും തമ്മിൽ എന്തുണ്ട്? കണക്ഷൻ ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, therefore ഇട്ട് കൊടുക്കുക. Many people in rural areas have been suffering from waterborne diseases, therefore even in semi urban areas will be affected. കണക്ഷൻ കിട്ടുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് കണക്ഷൻ കിട്ടും. ഇപ്പൊ കിട്ടിയോ? കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ ആൻസർ ആവൂല. തിരിച്ചു വായിക്കുക. Even semi-urban areas will be affected if the government is not able to overcome the contaminated water problem. Therefore, many people in rural area. ഇതുകൊണ്ടാണോ ഇങ്ങനെ മുകളിലുള്ള കാര്യം? അല്ല. അപ്പൊ എന്തല്ല? നമുക്ക് പറയാം ഇതും എന്റെ ആൻസർ അല്ല. അപ്പൊ രണ്ടെണ്ണം അല്ല. ഏതാ? 1 2ന്റെ കോസ് ആൻഡ് എഫക്റ്റ് ആണെന്ന്, 2 1ന്റെ കോസ് ആൻഡ് എഫക്റ്റ് ആണെന്നുള്ള ആ രണ്ട് ഓപ്ഷനും പോയി. ഇനി ഏതാ ഉള്ളത്? ഇത് രണ്ടെണ്ണവും ഇൻഡിപെൻഡന്റ് കോസുകളാണെന്നാ പറയുന്നത്, കാരണങ്ങൾ. ഇത് രണ്ടെണ്ണവും ഇൻഡിപെൻഡന്റ് കാരണങ്ങളാണെന്നാ പറയുന്നത്. ഓക്കെ, അത് നമുക്ക് നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക? therefore ഇട്ട് കൊടുക്കുക. രണ്ടിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും therefore ഇട്ട് കൊടുത്ത് നോക്കൂ. എന്നിട്ട് നമുക്ക് നോക്കാം. therefore many people, therefore മുമ്പ് എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകും, അതെന്താണെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ ആ therefore ശേഷമുള്ളത് എഫക്റ്റ് ആണോ എന്നറിയാൻ നീ ഒന്ന് പറഞ്ഞു നോക്ക്. therefore many people in rural areas have been suffering from waterborne diseases. അതുകൊണ്ട് റൂറൽ ഏരിയയിലുള്ള ആൾക്കാർ ഒരുപാട് പേര് വാട്ടർബോൺ ഡിസീസ് കൊണ്ട് സഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്തോ കാരണം കൊണ്ടാണല്ലോ ഇവർ സഫർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവർ സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കറക്റ്റ് ആണ്. ഇനി അവസാനം therefore ഇട്ട് കൊടുത്തു നോക്കൂ. മെനി പീപ്പിൾ ഇൻ റൂറൽ ഏരിയാസ് ഹാവ് ബീൻ സഫറിംഗ് ഫ്രം വാട്ടർബോൺ ഡിസീസസ്, therefore സർക്കാർ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടാകും എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു പോവാം. അപ്പൊ ഇവിടെയും therefore ആപ്റ്റ് ആയി വരുന്നുണ്ട്, ഒടുക്കത്തിലും therefore ആപ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് 1 നിങ്ങൾ നോക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഒരു കോസും ആവാം ഒരു എഫക്റ്റും ആവാം. therefore ഇവിടെ ആദ്യം എഴുതുമ്പോൾ therefore many people in rural areas have been suffering from waterborne diseases, അപ്പൊ ഇത് എഫക്റ്റ് ആണ്. അതിനുശേഷം many people in rural areas have been suffering from waterborne diseases, therefore എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളത് നിന്റെ ഇമാജിനേഷൻ ആണ് അല്ലെ? ബാക്കിയുള്ളത് നിന്റെ ഇമാജിനേഷൻ, നിനക്ക് എന്തും ഇമാജിൻ ചെയ്യാം. അതുകൊണ്ട് സർക്കാർ അവിടെ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തു. അതുകൊണ്ട് റൂറൽ ഏരിയയിലെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവിടെ കുടിവെള്ളം നല്ലോണം കിട്ടുന്നു. എന്തും എനിക്ക് ഇമാജിൻ ചെയ്തൂടെ? അപ്പൊ ഇതൊരു കോസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് നിനക്ക് എന്തും ഇമാജിൻ ചെയ്യാം. പക്ഷെ എഗെയിൻ രണ്ടും ആവാം. അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തേക്ക് വാ. therefore even semi-urban areas will be affected if the government is not able to overcome the contaminated water problem. അതുകൊണ്ട് സെമി അർബൻ ഏരിയയിലുള്ള ആൾക്കാർ പോലും അഫക്റ്റഡ് ആവും ഗവൺമെന്റിന് ഈ കണ്ടാമിനേറ്റഡ് വാട്ടർ പ്രോബ്ലം എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ. അപ്പൊ നോക്കൂ, ആ ഈവൺ എന്ന് പറഞ്ഞില്ലേ, ആ ഈവൺ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുമോ നമ്മൾ സാധാരണ? therefore even semi urban areas will be affected if the government is not able to overcome the contaminated water problem. അതൊന്നേ. ഈവൺ അങ്ങനെയാണെങ്കിൽ പോലും എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റൂല. ഇനി വേണമെങ്കിൽ നിങ്ങൾ തുടങ്ങി നോക്ക്. എങ്ങനെ? ഇവിടെ therefore ഇട്ടാ ഇത് കറക്റ്റ് ആണ് അല്ലേ? therefore അതുകൊണ്ട് സെമി അർബൻ ഏരിയയിലുള്ള ആൾക്കാർ പോലും ഇതുമായിട്ട് അഫക്റ്റ് ചെയ്യപ്പെടും. എങ്ങനെയാണെങ്കിൽ ഈ കണ്ടാമിനേറ്റഡ് വാട്ടർ പ്രോബ്ലം ഗവൺമെന്റ് ഓവർകം ചെയ്തിട്ടില്ലെങ്കിൽ. ഇനി therefore നീ ഒന്ന് ഒടുക്കം ഇട്ട് നോക്ക്, അവസാനം ഇട്ട് നോക്ക്. ഞാനത് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതല്ല. നമുക്ക് പരീക്ഷയ്ക്ക് നമുക്ക് മുഴുവനായിട്ടും സജ്ജമായിട്ട് പോകാം, കുറച്ച് സജ്ജമായിട്ട് പോകാം, ഏകദേശ ധാരണയിലും ആയിട്ട് പോകാം അല്ലെ? നിനക്ക് ഈ പരീക്ഷ എഴുതി എടുക്കണം എന്നാണെങ്കിൽ എങ്ങനെ ചോദ്യം വന്നാൽ നിനക്ക് ഉത്തരം കിട്ടണം. അതുകൊണ്ട് ഇത്രയൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? യുവർ ചോയ്സ്, ദാറ്റ് ഈസ് ടോട്ടലി യുവർ ചോയ്സ്. ബട്ട് ഐ വിൽ ടെൽ യു, യു സ്റ്റഡി ഇറ്റ് ലൈക്ക് ദിസ്. Even semi-urban areas will be affected if the government is not able to overcome the contaminated water problem. Therefore the government has. പിന്നെ നിനക്ക് എന്തു ഇമാജിൻ ചെയ്യാം, അപ്പോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളിലും മക്കളെ നിങ്ങൾക്ക് എന്തു പറയാം? therefore എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. പക്ഷേ കൂടുതൽ ശരി ഏതായിരിക്കും? ഇങ്ങനത്തെ കേസുകളിലൊക്കെ കൂടുതൽ ശരി ഏതാണെന്നുള്ളതിലാണ് കാര്യം കേട്ടോ. കൂടുതൽ ശരി ഏതാണെന്നുള്ളതിലാണ് കാര്യം. റൈറ്റ് ആൻസർ അല്ല,
റൈറ്റ് ആൻസർ അല്ല. മോർ ആക്യുറേറ്റ് ഏതായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി പറഞ്ഞു നോക്ക്, നിങ്ങൾ പറഞ്ഞു നോക്കി കിട്ടും. പറഞ്ഞു നോക്ക്. Many people in rural areas have been suffering from waterborne diseases. Waterborne diseases. റൂറൽ ഏരിയയിലുള്ള ഒരുപാട് ആൾക്കാർ വാട്ടർബോൺ ഡിസീസ് കൊണ്ട് സഫർ ചെയ്യുന്നുണ്ട്. എന്തോ ഒരു കാരണം കൊണ്ടായിരിക്കുമല്ലോ അവർ സഫർ ചെയ്യുന്നത്. അപ്പൊ ഇതെന്റെ എഫക്റ്റ് ആണെന്ന് പറയാൻ എനിക്ക് അവിടെ ഒരു തർക്കവും ഇല്ലല്ലോ. ഉറപ്പിച്ചും പറഞ്ഞൂടെ അവിടെ എന്തായാലും അത് അവിടെ എഫക്റ്റ് ആണെന്ന് എനിക്ക് പറയാം. സെമി അർബൻ ഏരിയയിലുള്ള ആൾക്കാരെയും ഇത് ബാധിക്കും. ഇഫ് ദ ഗവൺമെന്റ് ഈസ് നോട്ട് ഏബിൾ ടു ഓവർകം. ഈ ഒരു പ്രശ്നം, കണ്ടാമിനേറ്റഡ് വാട്ടർ പ്രോബ്ലം ഓവർകം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ സെമി അർബൻ ഏരിയയിലുള്ള ആൾക്കാരെയും ബാധിക്കും. അപ്പൊ ആ ബാധിക്കുക എന്ന് പറയുന്നത് ഒരു എഫക്റ്റ് ആണ്, എന്തിന്റെയോ ഒരു എഫക്റ്റ്. അപ്പൊ കൂടുതൽ ശരി എന്താ, ഇത് രണ്ടും മറ്റേതോ കാരണത്തിന്റെ എഫക്റ്റ് ആണ്. അപ്പൊ അത് മറ്റേതോ കാരണങ്ങളാണോ അതോ കാരണമാണോ? ഇത് ഇൻഡിപെൻഡന്റ് കാരണങ്ങളാകുമോ? രണ്ട് കേസിലും പറയുന്നത് എന്തിനെ പറ്റിയാ? കണ്ടാമിനേറ്റഡ് വാട്ടറിനെ പറ്റി തന്നെയാ അല്ലെ. അപ്പൊ ഇതൊരു ഇൻഡിപെൻഡന്റ് കാരണമായിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. എന്താണ്? കണക്റ്റഡ് ആണ് സ്റ്റേറ്റ്മെന്റ് എങ്കിൽ അവിടെ എന്താണത്? കോമൺ കോസ് ആയിരിക്കും. കോമൺ കോസ് ആയിരിക്കും. ഞാൻ പറയട്ടെ, നിർബന്ധമുണ്ടോ സാർ എന്ന് ചോദിക്കരുത്. നിർബന്ധമില്ല. പക്ഷെ ഈ സ്റ്റേറ്റ്മെന്റ് പ്രകാരം അങ്ങനെ അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ മക്കളെ? അങ്ങനെ അല്ല, ഇത് കോമൺ കോസ് അല്ല എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റാത്തടത്തോളം കാലം ഇത് നമ്മൾ കോമൺ കോസ് ആയിട്ട് തന്നെ എടുക്കണം. ആൻഡ് നമുക്ക് മനസ്സിലായി എന്തോ കാരണങ്ങളുടെ റിസൾട്ട് ആണ് ഇത് രണ്ടും, ഇവര് ബാധിച്ച് കിടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്ത് പറയാം? ഓപ്ഷൻ ഇ, ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് 1 and 2 ആർ എഫക്ട്സ് ഓഫ് സം കോമൺ കോസസ്. I believe I have made it clear. Okay, moving on to the next one. The city recorded the highest rainfall in 50 years. കഴിഞ്ഞ 50 വർഷത്തിലെ ഏറ്റവും കൂടുതൽ മഴ, highest rainfall. Several areas in the city were flooded for over a week. Very simple, very simple. നോക്ക്, രണ്ടും സിറ്റി ആണ് അല്ലെ. The city recorded the highest rainfall in 50 years. Therefore, several areas in the city were flooded for over a week. കണക്ഷൻ കിട്ടിയില്ലേ? കറക്റ്റ് ആയില്ലേ? അപ്പൊ എന്താ? സ്റ്റേറ്റ്മെന്റ് 1 is the cause and statement 2 is the effect. അതിന് ഞാൻ സമയം കളയുന്നില്ല, എളുപ്പമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം. A large number of students failed the SSC CGL mains examination this year. The commission has decided to conduct a re-exam. ഇങ്ങനെയൊന്നും പറയല്ലേ സാർ. എടാ, ഇങ്ങനെയൊന്നും സംഭവിക്കാൻ വേണ്ടി പറയുന്നതല്ല. എന്തായാലും ഒരു മത്സര പരീക്ഷയിൽ കുറെ ആൾക്കാർ തോൽക്കും, കുറെ ആൾക്കാർ ജയിക്കും. ജയിക്കുന്നവരുടെ കാറ്റഗറിയിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചാൽ പോരെ? എന്റെ എല്ലാ മക്കളും ജയിക്കുന്ന കാറ്റഗറിയിലോട്ട് ഉൾപ്പെടുത്തുക കേട്ടോ. A large number of students failed the SSC CGL mains examination this year. Therefore, the commission has decided to conduct a re-exam. കണക്ട് ആവുന്നുണ്ടല്ലോ? തിരിച്ചു നോക്ക്. The commission has decided to conduct a re-exam. Therefore, a large number of students failed the SSC CGL mains examination. കണക്ഷൻ കിട്ടുന്നുണ്ടോ? ഇല്ല. കണക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നതിന്റെ കോസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 1 എഫക്റ്റ് ആവാൻ പറ്റത്തില്ല. ആദ്യത്തേത് നിങ്ങൾക്ക് ഒറ്റയടിക്ക് തന്നെ കിട്ടിയത്, ഒരുപാട് കുട്ടികൾ SSC CGL മെയിൻസ് എക്സാമിനേഷൻ ഈ വർഷം തോറ്റിട്ടുണ്ട്. അതുകൊണ്ട് കമ്മീഷൻ ഡിസൈഡ് ചെയ്തു എന്തിന്? ഒരു റീ എക്സാം കണ്ടക്ട് ചെയ്യാൻ. ഉറപ്പായിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയണമെങ്കിൽ ഏത് പരീക്ഷയിലും ആൾക്കാർ ജയിക്കും, ആൾക്കാർ തോക്കും. എന്നാൽ പോലും എടുത്തു പറയാണ് ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫെയിൽഡ് അറ്റ് SSC CGL മെയിൻസ് എക്സാമിനേഷൻ ദിസ് ഇയർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ കാരണം കൊണ്ട് ഒരുപാട് ആൾക്കാർ പരീക്ഷ തോറ്റിട്ടുണ്ട്. അതുകൊണ്ട് കമ്മീഷൻ എന്ത് തീരുമാനിച്ചു? കമ്മീഷൻ തീരുമാനിച്ചു പരീക്ഷ റീകണ്ടക്ട് ചെയ്യാം എന്ന് തീരുമാനിച്ചു. കറക്റ്റ് ആവുമല്ലോ? അത് കണക്ട് ആവും. അപ്പൊ എനിക്ക് എന്ത് പറയാം? ഓപ്ഷൻ എ ആണ് എന്റെ റൈറ്റ് ആൻസർ എന്ന് പറയാം. യെസ്. ചില ആൾക്കാർക്ക് ഒരു സംശയം വരാം, സാർ ഇത് രണ്ടും ഒരു കോമൺ കോസിന്റെ ഇൻഡിപെൻഡന്റ് എഫക്റ്റ് ആയിക്കൂടെ എന്ന്. യെസ്, ആ സംശയം ജെനുവിൻ ആണ്. അതെന്താ ഞാൻ പറഞ്ഞുതരാം. അതായത് അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അഞ്ചാമത്തെ ഓപ്ഷൻ എന്താണ്? രണ്ടെണ്ണം ഒരു കോമൺ കോസിന്റെ. ഈ വർഷം ഒരുപാട് പേര് SSC CGL മെയിൻസ് എക്സാമിനേഷൻ തോറ്റുപോയി. എന്തോ ഒരു കാരണം കൊണ്ടായിരിക്കുമല്ലോ തോറ്റുപോയത്. പരീക്ഷാ സെന്റർ അവിടെ നടന്ന മാൽ പ്രാക്ടീസോ, പരീക്ഷാ സെന്റർ ഡിലേയോ, എന്തെങ്കിലും കാരണം കൊണ്ട് സെർവർ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന്, എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കുമല്ലോ ഇത് നടന്നിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ സാർ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒരു എഫക്റ്റ് ആയിട്ട് എടുക്കാം, തീർച്ചയായിട്ടും എടുക്കാം. രണ്ടാമത്തതോ, കമ്മീഷൻ ഡിസൈഡ് ചെയ്തു പരീക്ഷ റീകണ്ടക്ട് ചെയ്യാൻ. സാർ അതും ഒരു എഫക്റ്റ് അല്ലേ? എന്തോ കാരണം കൊണ്ടല്ലേ എക്സാം എന്ത് ചെയ്യത് റീകണ്ടക്ട് ചെയ്യാൻ കമ്മീഷൻ തീരുമാനിച്ചത്. യെസ്, കറക്റ്റ് ആണ്. രണ്ടിനെയും എനിക്ക് എഫക്റ്റ് ആയിട്ട് എടുക്കാം, മറ്റേതോ ഒരു കോമൺ കാരണത്തിന്റെ എഫക്റ്റ് ആയിട്ട് എടുക്കാം. അപ്പം ഓപ്ഷൻ ഇയും ഇതിന്റെ റൈറ്റ് ആൻസർ ആണെന്ന് പറയാം. പക്ഷേ ഫസ്റ്റ് തന്നെ ഇത് തമ്മിലൊരു ഡയറക്റ്റ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് സാറ് മക്കളോട് പറയുന്നത് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് എന്റെ കോസും സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് എഫക്റ്റുമാണ് എന്നുള്ള ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതാണ് സേഫ്. കാരണം അത് തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. അതിന്റെ അർത്ഥം ഇത് തെറ്റാണെന്നല്ല.
ഒന്നാമത്തത് തെറ്റാണെന്ന് എന്തായാലും പറയാൻ പറ്റത്തില്ല. കാരണം എന്താ, therefore കൊടുത്ത് നോക്ക്. ഒരുപാട് പേര് SSC CGL മെയിൻസ് എക്സാമിനേഷൻ പരീക്ഷയിൽ തോറ്റുപോയി. അതുകൊണ്ട് കമ്മീഷൻ പരീക്ഷ റീകണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചു. യെസ്, അത് തെറ്റല്ല, അത് കറക്റ്റ് ആണ്. കറക്റ്റ് ആണെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻ ഒരേപോലെ, 2 ഉത്തരവ് ശരിയാണെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് എന്താ, ആ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ കുത്തിയിട്ടുണ്ടാവണം, മാർക്ക് ചെയ്തിട്ടുണ്ടാവണം, അത്രയല്ലേ ഉള്ളൂ. ഇതെന്തായാലും ശരിയാണ്. ക്ലിയർ ആയല്ലോ? അടുത്തൊരു ചോദ്യത്തിലോട്ട് ഞാൻ പോവുകയാണേ, ശ്രദ്ധിച്ചോ. The local school has started evening classes for slow learners. സ്ലോ ലേണേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലോക്കൽ സ്കൂൾ ഒരു ഈവനിങ് ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. The government announced a new tax slab for small businesses. സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, സ്മോൾ ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ട് ന്യൂ ടാക്സ് സ്ലാബ്. രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല അല്ലെ. ലോക്കൽ സ്കൂൾ കുട്ടികൾക്ക് ഈവനിങ് ക്ലാസ് ആരംഭിച്ചതും സർക്കാർ സ്മോൾ ബിസിനസ്സുകൾക്ക് ടാക്സ് സ്ലാബ് പുതിയത് അനൗൺസ് ചെയ്തത് തമ്മിൽ ഒരു ബന്ധവുമില്ല. കണ്ണും പൂട്ടി നിനക്ക് 1ഉം 2ഉം എലിമിനേറ്റ് ചെയ്യാം. അതെന്തായാലും അല്ല. ഇനി അറിയേണ്ടത് എന്താ, both the statements 1 and 2 are independent causes. Both the statements 1 and 2 are effect of independent causes. Both the statement 1 and 2 are effect of some common cause. കോമൺ കോസ് ആണോ ഇത്? ഇത് നമ്മൾ എന്തെങ്കിലും കോമണാലിറ്റി നിനക്ക് കിട്ടുന്നുണ്ടോ? ഒരു കോമണാലിറ്റിയും കിട്ടുന്നില്ലല്ലോ. അപ്പൊ നമുക്കറിയാം ഇതും എന്റെ ആൻസർ അല്ല. നമുക്ക് അറിയേണ്ടത് ഇത് ഇൻഡിപെൻഡന്റ് കോസുകളാണോ, ഇത് ഇൻഡിപെൻഡന്റ് എഫക്റ്റുകളാണോ? മക്കളെ ശ്രദ്ധിച്ച് കേട്ടോ. ഇങ്ങനെ അതാണോ ഇതാണോ, സി ഓർ ഡി എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ നീ സ്റ്റക്കായി നിൽക്കുമ്പോൾ സാറ് പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ, ഇത്രേ ആലോചിക്കാനുള്ളൂ. നീ ഒരുപാട് ഇമാജിൻ ചെയ്തിട്ട് അങ്ങനെ ആയാലോ ഇങ്ങനെ ആയാലോ അതുകൊണ്ടായിക്കൂടെ ഇതുകൊണ്ടായിക്കൂടെ എന്നൊന്നും ചിന്തിക്കണ്ട. ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഇത് ഒരെഫക്റ്റ് ആവാൻ സാധ്യതയുണ്ടോ? ഇത് ഒരെഫക്റ്റ് ആവാൻ സാധ്യതയുണ്ടോ? നോക്കൂ, കോസായി എടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടംപോലെ എഫക്റ്റ് കിട്ടും. നോക്ക്, ഞാൻ കോസായിട്ട് എടുത്ത് നോക്കാം. എങ്ങനെ? The local school has started evening class for slow learners. Therefore, slow learners are learning fast. Therefore, slow learners അല്ലെങ്കിൽ കുട്ടികൾ വീട്ടിലെത്തുന്നത് ഇപ്പൊ ലേറ്റ് ആയിട്ടാണ്. Therefore, ടീച്ചർമാർക്ക് നേരത്തെ വീട്ടിൽ പോകാൻ പറ്റുന്നില്ല. Therefore, ലോക്കൽ സ്കൂളിന്റെ വാല്യൂ കൂടി. Therefore, സോഷ്യൽ മീഡിയയിൽ വൈറലായി. You can go for n number of effects because of this, isn't it? അടുത്തത് വായിച്ചു നോക്ക്. The government announced a new tax slab for small businesses. Therefore, small businesses are now growing. Therefore, big businesses are not interested in government anymore. Therefore, business owners are no more interested in government tax policies. Therefore, this government is a flaw. എന്തും നിനക്ക് പറയാം. അതെല്ലാം ഈ പരീക്ഷ എഴുതുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് എന്തും ഇമാജിൻ ചെയ്യാം. അപ്പൊ സേഫ് എന്താ? ഇതൊരു എഫക്റ്റ് ആവാൻ സാധ്യതയുണ്ടോ? ലോക്കൽ സ്കൂൾ ഹാസ് സ്റ്റാർട്ടഡ് ഈവനിങ് ക്ലാസ്സസ് ഫോർ സ്ലോ ലേണേഴ്സ്. സ്ലോ ലേണേഴ്സിന് വേണ്ടിയിട്ട് ലോക്കൽ സ്കൂൾ എന്ത് ചെയ്തു? ഈവനിങ് ക്ലാസ് ആരംഭിച്ചു. എന്തുകൊണ്ടാ ഈവനിങ് ക്ലാസ് ആരംഭിച്ചിട്ടുണ്ടാവുക? എന്തോ ഒരു കാരണം കൊണ്ടായിരിക്കുമല്ലോ ഈവനിങ് ക്ലാസ് ആരംഭിച്ചിട്ടുണ്ടാവുക. അപ്പൊ എന്തോ ഒരു കാരണം അവിടെ ഉണ്ട്. അതിന്റെ എഫക്റ്റ് അല്ലേ അപ്പൊ ഈ ഈവനിങ് ക്ലാസ് ആരംഭിച്ചത്? അടുത്തത് വായിക്കുക. കാരണം എന്താ, റെഗുലർ ക്ലാസ്സിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് സ്ലോ ലേണേഴ്സിനെ വീണ്ടും പഠിപ്പിക്കുകയല്ലേ. എന്തുകൊണ്ടാ? അവിടെ സ്ലോ ലേണേഴ്സ് ഉണ്ട് ആ സ്കൂളിൽ, അതുകൊണ്ട് അല്ലേ. അപ്പൊ അവിടെ കാരണമുണ്ട്, അതിന്റെ എഫക്റ്റ് അല്ലേ ഇത്. അടുത്തത്, ഗവൺമെന്റ് അനൗൺസ്ഡ് എ ന്യൂ ടാക്സ് സ്ലാബ് ഫോർ സ്മോൾ ബിസിനസ്സസ്. സർക്കാർ സ്മോൾ ബിസിനസ്സുകൾക്ക് ന്യൂ ടാക്സ് സ്ലാബ് ഇംപ്ലിമെന്റ് ചെയ്തു. എന്തുകൊണ്ട്? എന്തോ ഒരു കാരണം കൊണ്ട്. അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ടാക്സ് റെജീമിൽ തന്നെ പോയാൽ പോരെ അവര്. എന്തിനാണ് സ്മോൾ ബിസിനസ്സുകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ടാക്സ് സ്ലാബ് കൊണ്ടുവന്നത്? എന്തോ ഒരു കാരണം കൊണ്ട്. അപ്പൊ അവിടെ എന്തോ ഒരു കാരണമുണ്ട്, അതിന്റെ റിസൾട്ട് ആണിത്. അങ്ങനെയെങ്കിൽ ഇത് രണ്ടും എഫക്റ്റ് അല്ലേ? രണ്ടും എഫക്റ്റ് അല്ലേ? അതെ, രണ്ടും എഫക്റ്റ് ആണെങ്കിൽ both the statements 1 and 2 are effects of independent causes. ഓപ്ഷൻ ഡി ആയിരിക്കും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ റൈറ്റ് ആൻസർ ഓർ ദ മോർ പെർഫെക്റ്റ് ആൻസർ. ക്ലിയർ ആവുന്നുണ്ടോ? ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇത്രയേ ഉള്ളൂ കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്. ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ സെഷൻ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും പുതിയതായിട്ട് നിങ്ങൾക്ക് അറിയാത്ത ഒരു കോൺസെപ്റ്റ്, ഇതിലിനി വേറെ കോൺസെപ്റ്റ് ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും നിങ്ങൾ പറയുന്ന എല്ലാ ടോപ്പിക്കുകളും ഞാൻ കാണുന്നുണ്ട്. 1 by 1 ആയിട്ട് അതിനെ എല്ലാത്തിനെയും അഡ്രസ് ചെയ്യും. ഐ എം ഗോയിങ് ത്രൂ യുവർ കമന്റ്സ്. എവറി കമന്റ് ഈസ് വാല്യൂബിൾ. ഓരോരുത്തർ പറയുന്നതിനെയും അഡ്രസ് ചെയ്തിരിക്കും. ബട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, 1 by 1, 1 at a time എന്ന് മാത്രമേ എനിക്ക് കവർ ചെയ്ത് പോകാൻ സാധിക്കുള്ളൂ.
ഇനി കാൽക്കുലേഷൻ ഡ്രിൽ ഓൾറെഡി നമ്മളത് കഴിഞ്ഞു. ഇനി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, സാർ കാൽക്കുലേഷൻ ട്രിക്സിന്റെ വീഡിയോ എടുക്കാവോ? ഡെഫിനറ്റ്ലി എടുക്കും. കാൽക്കുലേഷൻ ട്രിക്സിന്റെ വീഡിയോ എടുക്കും. പെർസെന്റേജ് ടു റേഷ്യോ, പെർസെന്റേജിന്റെ കൺവേർഷൻ, ഫ്രാക്ഷൻ കൺവേർഷൻ, എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇവിടെ സാറ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നുള്ള വലിയ പ്രോമിസ് ഒന്നും ഞാൻ തരുന്നില്ല. ബിക്കോസ് ഐ ആം ഹ്യൂമൻ ബീങ്. അത്ര വലിയ പ്രോമിസ് തന്നിട്ട് അത് മീറ്റ് ചെയ്യാതെ, എന്റെ വാക്കിന് വിലയില്ലാതെ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയുന്ന ടോപ്പിക്കുകളെ സാർ അഡ്രസ് ചെയ്തിരിക്കും 100%. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, please give me a like. You can share and subscribe this channel if you have not done it. Thank you very much. All the best.